ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാനഡയിലെ മണിറ്റോബ പ്രൊവിൻസിന്റെ ക്യാപിറ്റലായ വിനിപെഗിൽ നിന്ന് ഏകദേശം 270 കിലോമീറ്റർ ദൂരെയുള്ള മനോഹരമായ വസഗമിങ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് കൂടിയായിട്ടുള്ള റൈഡിംഗ് മൗണ്ടൻ നാഷണൽ പാർക്കിലാണ്. ഏകദേശം 3 മണിക്കൂർ നീളുന്ന ഈ യാത്രയിൽ പ്രയറി വയലുകൾ, കാടുകൾ, കുന്നുകൾ, മനോഹരമായ തടാകങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വിനിപെഗ് നഗരം വിട്ടിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. വിനിപെഗ് മണിറ്റോബയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ഏകദേശം 8 ലക്ഷത്തിലധികം ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ട്രാൻസ് കാനഡ ഹൈവേയിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതകളിൽ ഒന്നാണിത്. ഏകദേശം 7800 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് കാനഡയിലെ 10 പ്രവിശ്യകളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ വലതുവശത്ത് കാണുന്നത് ഗോതമ്പ് പ്രോസസ്സ് ചെയ്ത് അത് പല പ്രൊവിൻസിലേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നീളമുള്ള ട്രെയിനുകൾ പതിവായി കാണുന്നത്. ഇവ ആയിരക്കണക്കിന് ടൺ ധാന്യങ്ങളാണ് ഒരേ സമയം കൊണ്ടുപോകുന്നത്. ഈ ട്രെയിനുകളുടെ നീളം കണ്ടോ? കാനഡയിലെ ഇത്തരത്തിലുള്ള ഗ്രെയിൻ ട്രെയിനുകൾ പലപ്പോഴും 2 കിലോമീറ്റർ അധികം നീളമുണ്ടാകും. 100-ലധികം ബോഗികളുള്ള ട്രെയിനുകളാണിവ. മണിറ്റോബയിലെ കർഷകരുടെ വിളവുകൾ തുറമുഖങ്ങളിലേക്കും വിവിധ ഫാക്ടറികളിലേക്കും എത്തിക്കുന്നതിൽ ഇവക്ക് വലിയ പങ്കുണ്ട്. വിനിപെഗ് നഗരം വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഗ്ലാഡ്സ്റ്റോൺ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ? കുറച്ചു നേരം മുൻപ് നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നോക്കൂ, ആകാശം മുഴുവൻ മേഘങ്ങൾ നിറയാൻ തുടങ്ങി. മണിറ്റോബയിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ വളരെ സാധാരണമാണ്. ഇതിന് പ്രധാന കാരണം ഈ പ്രദേശം വിശാലമായ പ്രയറി ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. മലനിരകളില്ലാത്തതിനാൽ ചൂടുള്ളതും തണുത്തതുമായ വായുപ്രവാഹങ്ങൾ വളരെ വേഗത്തിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വെയിലിൽ നിന്ന് മഴയിലേക്കോ തെളിഞ്ഞ ആകാശത്തിൽ നിന്ന് ഇടിമിന്നലോടുകൂടിയ മേഘങ്ങളിലേക്കോ കാലാവസ്ഥ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മണിറ്റോബയിലെ ഗ്ലാഡ്സ്റ്റോണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ടൗണിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണം നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഹാപ്പി റോക്കാണ്. ഇതൊരു സാധാരണ പാറയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പി റോക്ക് ശില്പങ്ങളിൽ ഒന്നാണിത്. ഏകദേശം 11 അടി ഉയരവും 20 ടണ്ണിലധികം ഭാരവുമുള്ള ഈ ഭീമൻ പാറ ഗ്ലാഡ്സ്റ്റോണിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടാൽ തന്നെ ഒരു സന്തോഷം തോന്നുമല്ലേ? അതുകൊണ്ടാണ് ഇതിന് ഹാപ്പി റോക്ക് എന്ന പേര് വന്നത്. ഇവിടെ എത്തുന്ന എല്ലാവരും ഈ പാറയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഹാപ്പി റോക്കിനോടൊപ്പം ഒരു ഫോട്ടോ എടുത്താൽ യാത്ര സന്തോഷകരമാകുമെന്നാണ്. അത് സത്യമാണോ എന്നറിയില്ല, പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സൂപ്പർ സ്പോട്ടാണെന്നുള്ളത് ഉറപ്പാണ്. ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് മണിറ്റോബയിലെ മനോഹരമായ മിനദോസ വാലി. ഇത്ര നേരം നമ്മൾ കണ്ടത് വിശാലമായ സമതല പ്രയറി ഭൂമിയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കാഴ്ച പൂർണ്ണമായി മാറിയിരിക്കുന്നു. പച്ചപിടിച്ച താഴ്വരകളും മരങ്ങളും വളഞ്ഞു പോകുന്ന റോഡുകളും ചേർന്നാൽ ഒരു സിനിമാ ലൊക്കേഷൻ പോലെയാണ് തോന്നുന്നത്. മണിറ്റോബയിൽ ഇങ്ങനെയൊരു പ്രകൃതിഭൂമി കാണുമെന്ന് പലരും പ്രതീക്ഷിക്കാറില്ല. മിനിദോസ എന്ന പേരിന്റെ അർത്ഥം ഒഴുകുന്ന വെള്ളം എന്നാണ്. ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദിയും ചുറ്റുമുള്ള പ്രകൃതിയും ചേർന്നാണ് ഈ മനോഹരമായ താഴ്വര രൂപപ്പെട്ടത്. ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഓരോ വളവും തിരിയുമ്പോഴും പുതിയൊരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഫോട്ടോഗ്രാഫർമാരുടെ, പ്രകൃതി സ്നേഹികളുടെയും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായി മാറുന്നത്. സത്യം പറഞ്ഞാൽ മണിറ്റോബ എന്നാൽ പരന്ന സമതല ഭൂമി എന്നാണ് പലരുടെയും ധാരണ. പക്ഷേ മിനദോസ പോലെയുള്ള സ്ഥലങ്ങൾ ആ ധാരണ പൂർണ്ണമായും മാറ്റിമറിക്കും. ഇങ്ങനെയുള്ള മനോഹരമായ താഴ്വരകളും കുന്നുകളും ഈ പ്രവിശ്യയുടെ മറ്റൊരു മുഖമാണ്. നിങ്ങൾ ഒരിക്കൽ മണിറ്റോബയുടെ റോഡ് ട്രിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിദോസയിൽ കുറച്ച് സമയം ചെലവഴിക്കാനും ഈ കാഴ്ച നേരിൽ ആസ്വദിക്കാനും മറക്കരുത്. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് ഇത് നേരിൽ കാണുമ്പോൾ.
ഈ മനോഹരമായ എൽക്ക് സ്റ്റാച്യു പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് റൈഡിംഗ് മൗണ്ടൻ നാഷണൽ പാർക്കിലെ പ്രധാന ചെക്ക് പോയിന്റിലേക്കാണ്. ഇപ്പോൾ നമ്മൾ റൈഡിംഗ് മൗണ്ടൻ നാഷണൽ പാർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ എത്തിയാൽ കാഴ്ചകൾ പൂർണ്ണമായും മാറും. പ്രയറി വയലുകൾക്ക് പകരം വലിയ മരങ്ങളും കുന്നുകളും തടാകങ്ങളും വന്യജീവികളും നിറഞ്ഞൊരു മനോഹരമായ ലോകമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പാർക്കിൽ ധാരാളം വന്യജീവികളുണ്ട്. ബ്ലാക്ക് ബെയർ, എൽക്ക്, മൂസ്, മാൻ, കുറുക്കൻ, ചെന്നായ എന്നിവ ഇവിടെ ധാരാളമായി കാണാൻ സാധിക്കും. അതിനാൽ ഈ ഭാഗത്ത് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും മൃഗങ്ങൾ റോഡ് മുറിച്ച് കിടക്കാറുണ്ട്. 1393 ഈ നാഷണൽ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. ഏകദേശം 3000 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഈ പാർക്ക് മണിറ്റോബയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. വാസഗമിങ് ഒരു ചെറിയ ടൗൺ ആണെങ്കിലും വളരെ സജീവമാണ്. റെസ്റ്റോറൻറ്റുകൾ, ഐസ്ക്രീം ഷോപ്പുകൾ, സുവനീർ സ്റ്റോറുകൾ, ബീച്ച്, മറീന എല്ലാം ഇവിടെയുണ്ട്. ഫാമിലിയായും സുഹൃത്തുക്കളോടൊപ്പവും ഒരു ദിവസം ചെലവഴിക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. ഇതാണ് ക്ലിയർ ലേക്ക്. പേര് പോലെ തന്നെ അതിമനോഹരമായ തെളിഞ്ഞ വെള്ളമുള്ള തടാകമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം വർഷം തോറും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. റൈഡിംഗ് മൗണ്ടൻ നാഷണൽ പാർക്കിന്റെ ഹൃദയഭാഗത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയും ശാന്തതയും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റിയ മികച്ച സ്ഥലങ്ങളിലൊന്നാണിത്. ഈ വെള്ളത്തിന്റെ തെളിച്ചം കണ്ടില്ലേ? അടിഭാഗം വരെ പല സ്ഥലങ്ങളിലും വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ക്ലിയർ ലേക്ക് എന്ന പേര് ഇതിന് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത്. വേനൽക്കാലത്ത് ഇവിടെ വലിയ തിരക്കാണ്. ആളുകൾ നീന്താനും കയാക്കിംഗ് ചെയ്യാനും കനോയിങ് നടത്താനും പാഡൽ ബോർഡിംഗ് ചെയ്യാനും ബോട്ടിംഗ് നടത്താനും ഇവിടേക്ക് എത്തുന്നു. എന്നാൽ വിന്റർ സീസൺ ആകുമ്പോൾ ഈ തടാകം പൂർണ്ണമായും മഞ്ഞുപാളിയായി മാറും. അപ്പോൾ ആളുകൾ ഐസ് ഫിഷിംഗ്, സ്നോ ഷൂയിങ് പോലുള്ള ശൈത്യകാല വിനോദങ്ങളും ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. നൂറ് വർഷത്തിലേറെയായി ആളുകൾ വിശ്രമത്തിനും അവധിക്കാലം ആഘോഷിക്കാനും ക്ലിയർ ലേക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് മണിറ്റോബയിലെ ഏറ്റവും പ്രശസ്തമായ സമ്മർ ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലൊന്നാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ സമയം പതുക്കെ നീങ്ങുന്നതായി തോന്നും. നഗരത്തിന്റെ തിരക്കും ശബ്ദവും എല്ലാം മറന്ന് പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു പ്രത്യേക അനുഭവമാണ് ക്ലിയർ ലേക്കിലേക്ക് നൽകുന്നത്. ബോട്ടിംഗ് ക്ലിയർ ലേക്കിന്റെ പ്രധാന ആകർഷണമാണ്. ക്ലിയർ ലേക്കിന്റെ ഭംഗി വെള്ളത്തിലൂടെ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള ബോട്ട് യാത്ര തിരഞ്ഞെടുക്കുന്നത്. കരയിൽ നിന്ന് കാണുന്ന കാഴ്ച ഇത്ര മനോഹരമാണെങ്കിൽ തടാകത്തിന്റെ നടുവിൽ നിന്ന് കാണുന്ന കാഴ്ച അതിലും മനോഹരമായിരിക്കും. ചുറ്റും പച്ചപ്പാർന്ന കാടുകളും തെളിഞ്ഞ വെള്ളവും ശാന്തമായ അന്തരീക്ഷവും അതൊരു വേറിട്ട അനുഭവമാണ്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബോട്ട് റൈഡ് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കും ഒരിക്കൽ ഈ തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നു. അടുത്ത തവണ വരുമ്പോൾ അത് തീർച്ചയായും എൻ്റെ ലിസ്റ്റ്. ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. പ്രകൃതി തൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രം വരയ്ക്കുകയാണെന്ന് തോന്നിപ്പോകും. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആ സ്വർണ്ണ നിറം തടാകത്തിന്റെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത്തരത്തിലുള്ള നിമിഷങ്ങളാണ് യാത്രകളെ ഓർമ്മകളായി മാറ്റുന്നത്. എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ പകർത്തിയാലും ഈ നിമിഷത്തിന്റെ യഥാർത്ഥ ഭംഗി നേരിൽ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമാക്കുന്നത് ഇവിടെ എത്തി അനുഭവിക്കുന്ന ഇത്തരം ചെറിയ നിമിഷങ്ങളാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാൽ മനസ്സിനും ഒരു പുതുമ ലഭിക്കും. രാവിലെ 4:50. ലോകം മുഴുവൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. പക്ഷെ ക്ലിയർ ലേക്ക് പതുക്കെ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുകയാണ്.
തടാകത്തിന് മുകളിലൂടെ ഒഴുകുന്ന ഈ മൂടൽമഞ്ഞും അതിലൂടെ പതുക്കെ ഉദിച്ചു വരുന്ന സൂര്യനും പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായൊരു ദൃശ്യമാണിത്. ഇതിനുവേണ്ടി ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് ശരിക്കും വിലമതിക്കുന്ന ഒരു അനുഭവമാണ് തരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡോഫിൻ എന്ന നഗരത്തിലേക്കാണ്. മണിറ്റോബയുടെ പാർക്ക്ലാൻഡ് മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണിത്. കൃഷിയും വിനോദസഞ്ചാരവും ഇവിടെ പ്രധാന മേഖലകളാണ്. ഡോഫിൻ കാനഡയിലെ ഏറ്റവും വലിയ യുക്രൈനിയൻ നൃത്തോത്സവങ്ങളിലൊന്നായ കാനഡാസ് നാഷണൽ യുക്രൈനിയൻ ഫെസ്റ്റിവൽ കൊണ്ട് വളരെ പ്രശസ്തമാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്താറുണ്ട്. വാസഗമിങ്ങിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ച് ഡോഫിൻ എന്ന നഗരത്തിലേക്ക് ഏതാണ്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഡോഫിൻ ലേക്ക് എന്ന അതിസുന്ദരമായൊരു ലേക്കുണ്ട്. ക്ലിയർ ലേക്കിന് ശേഷം അതിമനോഹരമായ മറ്റൊരു ലേക്കാണ് ഡോഫിൻ ലേക്ക്. അത് കാണാനുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഡോഫിൻ ലേക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ലിയർ ലേക്കിന്റെ മനോഹാരിതയ്ക്ക് ശേഷം മറ്റൊരു മനോഹരമായ തടാകത്തിന്റെ കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഡോഫിൻ ലേക്ക് മണിറ്റോബയിലെ വലുതും മനോഹരമായ തടാകങ്ങളിൽ ഒന്നുമാണ്. ഏകദേശം 500 സ്ക്വയർ കിലോമീറ്ററിലധികം വിസ്തൃതിയിലുള്ള ഈ തടാകം പ്രകൃതി സ്നേഹികൾക്കും മത്സ്യബന്ധന പ്രേമികൾക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ചുറ്റും വിശാലമായ പ്രകൃതിയും ശാന്തമായ വെള്ളവുമുള്ള ഈ സ്ഥലം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമിക്കാൻ അനുയോജ്യമായ ഒരിടമാണ്. വേനൽക്കാലത്ത് ആളുകൾ ഇവിടെ ബോട്ടിംഗ്, ഫിഷിംഗ്, നീന്തൽ, ക്യാമ്പിംഗ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ എത്താറുണ്ട്. ക്ലിയർ ലേക്ക് അതിന്റെ തെളിഞ്ഞ വെള്ളത്തിനും റിസോർട്ട് ടൗണായ വാസഗമിങ്ങിനും പ്രശസ്തമാണെങ്കിൽ ഡോഫിൻ ലേക്ക് കൂടുതൽ ശാന്തമായ പ്രകൃതിദത്ത അനുഭവമാണ് നൽകുന്നത്. ഇവിടെ എത്തിയാൽ വലിയൊരു തടാകത്തിന്റെ വിശാലതയും മനിറ്റോബയുടെ യഥാർത്ഥ പ്രകൃതി സൗന്ദര്യവും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഡോഫിൻ ലേക്കിലെ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിച്ച ശേഷം നമ്മൾ വീണ്ടും ക്ലിയർ ലേക്കിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. പക്ഷേ തിരിച്ചു വരുന്ന വഴിയിൽ കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ഇതായിരുന്നു. നോക്കൂ, ഒരു പെൺമൂസ്. ഇത്ര അടുത്തൊരു മൂസിനെ കാണാൻ സാധിച്ചത് ശരിക്കും ഭാഗ്യമാണ്. മനിറ്റോബയിലെ കാടുകളിൽ മൂസ് സാധാരണമായി കാണപ്പെടുന്ന വന്യജീവികളിലൊന്നാണ്. പക്ഷേ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ശാന്തമായി നിൽക്കുന്ന ഒരു മൂസിനെ കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ആ നിമിഷം ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞത് വലിയൊരു ഓർമ്മയായി മാറി. വന്യജീവികളെ കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവയ്ക്ക് ബഹുമാനം നൽകുക എന്നതാണ്. സുരക്ഷിതമായ അകലം പാലിച്ച് അവയുടെ സ്വാഭാവിക ജീവിതം ആസ്വദിക്കുകയാണ് വേണ്ടത്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ആകാശം വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ആകാശം നോക്കൂ, ശരിക്കും ഒരു കോട്ടൺ ക്യാൻഡി പോലെയല്ലേ തോന്നുന്നത്? പിങ്ക്, ഓറഞ്ച്, പർപ്പിൾ നിറങ്ങൾ ചേർന്ന് പ്രകൃതി വരച്ചുവെച്ച മനോഹരമായ ചിത്രം പോലെയുണ്ടത്. ഇവിടുത്തെ സൺസെറ്റുകളെ പൊതുവായി കോട്ടൺ ക്യാൻഡി സൺസെറ്റുകൾ എന്നാണ് വിളിക്കാറുള്ളത്. വീണ്ടും ഒരു ദിവസം അവസാനിക്കുകയാണ്. ക്ലിയർ ലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ അതിന്റെ മനോഹരമായ സൂര്യാസ്തമയത്തോടെ യാത്രയയക്കുകയാണ്. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആകാശത്തിലെ നിറങ്ങൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കാണും. പ്രകൃതി ദിവസത്തിന്റെ അവസാനം നമുക്ക് നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം പോലെയാണ്. നാളെ ഒരു പുതിയ പ്രഭാതവും പുതിയ കാഴ്ചകളും നമ്മളെ കാത്തിരിക്കുന്നു. അതുവരെ ക്ലിയർ ലേക്കിനോട് ഒരു ചെറിയ വിട. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത തവണ ഒരു പുതിയ വീഡിയോയുമായി കാണാം. നമസ്കാരം.